ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോഡ്സ്. മക്കളെ, നമ്മുടെ +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ് നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കാമല്ലോ. ഇനിയുള്ള എക്സാമിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കണം നമുക്ക് നോക്കി നോക്കാം. ചാപ്റ്റർ അല്ലേ, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ടേം എക്സാം, ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ വെയിറ്റേജ്. എടാ മക്കളെ, ചാപ്റ്റർ എത്ര വരെ ഉണ്ട്? ചാപ്റ്റർ 1 മുതൽ ചാപ്റ്റർ 9 വരെ ഉണ്ട്. ഏതായാലും 1 ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മുതൽ ചാപ്റ്റർ നമ്പർ 9 സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫങ്ഷൻസ് വരെയുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലൊക്കെയുള്ള വെയിറ്റേജ് അവിടെ മക്കളെ പക്ക ഫോക്കസ് ചെയ്തത് ഡിസംബർ 2023 ബേസ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ ഓരോന്ന് ഡിസംബർ 2023, അതേപോലെ ഡിസംബർ 2022, അങ്ങനെ തുടങ്ങിയ 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ നോക്കടാ, ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൽജിബ്ര. നിങ്ങളെ സംബന്ധിച്ചോളം പല സ്കൂളുകളും ഓണത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ സ്കൂളിലത്തെ ടീച്ചർ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം അല്ലേ. പക്ഷേ നമ്മുടെ ഫസ്റ്റ് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ എന്തൊക്കെ പഠിക്കണം ആ രീതിയിൽ തന്നെ നമ്മൾ നോക്കടാ. ചാപ്റ്റർ 6 ആണ് അല്ലേ. ചാപ്റ്റർ 2 16 മാർക്കാണ്. അതിനുശേഷം തിയറി പാർട്ടായ കമ്പോണൻസ് ആണ്, റാം റോം ആ എലമെൻസുള്ള വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. അതിനുശേഷം പ്രോഗ്രാമിംഗ് പാർട്ട്, അൽഗോരിതം, ഫ്ലോ ചാർട്ട് അടങ്ങിയ എലമെൻറ്റ്. അതിൻ്റെ പുറമെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അവിടെ വെയിറ്റേജ് നോക്കി, ഏറ്റവും വെയിറ്റേജ് കുറവുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കുക 2 മാർക്കാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫങ്ഷൻസ്. പലർക്കും പല സ്കൂളിലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ വെറീഡ് ആവണ്ട അല്ലേ. നമുക്ക് 78 മാർക്കിനാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. 60 മാർക്കിന് നിങ്ങൾ എഴുതിയാൽ മതി. A പാർട്ട്, B പാർട്ട്, C പാർട്ട്, D പാർട്ട്. A പാർട്ടിൽ ഓപ്ഷൻസ് ഉണ്ട്. B പാർട്ടിൽ 6 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എഴുതാനേ ചോദിക്കുന്നുള്ളൂ. B പാർട്ടിൽ നിങ്ങൾക്കുണ്ട് 11 ക്വസ്റ്റ്യൻ തന്നിട്ട് 9 എഴുതിയാൽ മതി. അതേപോലെ പാർട്ട് സിയിലുണ്ട് 11 ക്വസ്റ്റ്യൻ തന്നിട്ട് 9 എഴുതിയാൽ മതി. അപ്പോൾ പാർട്ട് D നമ്മുടെ തിയറിയാണ് അല്ല, എസ്സേ ടൈപ്പായിട്ട് 5 മാർക്ക് ടൈപ്പാണ്. അതിൽ 3 ക്വസ്റ്റ്യൻ തന്നിട്ട് 2 അതാണ് ഡിസംബർ 2023, 22 ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഔട്ട്ലൈൻ ഇടാം. ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് വെയിറ്റേജ് നോക്കടാ, 6 മാർക്കുണ്ട്. 6 മാർക്ക് കിട്ടണമെങ്കിൽ ഉറപ്പിച്ച് വെച്ചോ, നിങ്ങളിത് പഠിച്ചാൽ മതി. ജനറേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്താണ് ജനറേഷനിൽ പഠിക്കേണ്ടത്? 1G, 2G, 3G, 4G, 5G അത് മാത്രം പഠിക്കുക. അതോടൊപ്പം ബേസിക് ആയിട്ടുള്ള ഈ അബാക്കസ്, നാപ്പിയർ ബോൺ, പാസ്കലൈൻ ആ എലമെൻറ്റ്സ് അടങ്ങിയ എലമെൻറ്റ്, എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻസ്. അതിൻ്റെ തൊട്ട് മുമ്പേ പണ്ട് കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, മയൻ നമ്പർ സിസ്റ്റം, ചൈനീസ് നമ്പർ സിസ്റ്റം, അങ്ങനെ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റം ഉണ്ട്. ദെൻ ഫൈനലി തിയറി ഓഫ് കമ്പ്യൂട്ടർ, അലൻ ട്യൂറിങ് സംഭാവന ചെയ്ത ട്യൂറിംഗ് മെഷീൻ. അതുകൊണ്ടാണ് അലൻ ട്യൂറിംഗ് ഈസ് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്. റെഡി അല്ലേ? ഇത്രേ ഉള്ളൂ ചാപ്റ്റർ 1. ഇനി കം ടു ചാപ്റ്റർ 2ലേക്ക് ഇറങ്ങാം. ചാപ്റ്റർ 2 ഒരുപാട് ടോപ്പിക്സ് അടങ്ങിയ ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 2. എന്താ ചാപ്റ്റർ 2 ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൽജിബ്ര 2 പാർട്ടായിട്ടാണുള്ളത്. അപ്പോൾ 2 പാർട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്പർ സിസ്റ്റത്തിൽ നിർബന്ധമായിട്ടും ബേസ് പഠിക്കണം. 4 ടൈപ്പ് നമ്പർ സിസ്റ്റം ഉണ്ടല്ലോ. ഏതൊക്കെ? ഡെസിമലി, ബൈനറി, ഒക്ടലി, ഹെക്സാഡെസിമൽ. അതിന് നമ്പർ സിസ്റ്റം പഠിക്കണം. അതിൻ്റെ കൺവേർഷൻസ് പഠിക്കണം അല്ലേ. 12 കൺവേർഷൻസ് ഉണ്ട്. സെറ്റാക്കി പഠിക്കണം കേട്ടോ. നമുക്ക് സെറ്റാക്കട്ടോ മക്കളെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. മൂന്നാമത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇൻറ്റീജേഴ്സ് പറഞ്ഞാൽ പോയിന്റ് വരാത്ത നമ്പേഴ്സ്. പോയിന്റ് വരാത്ത നമ്പേഴ്സിന് 3 റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെൻറ്റ്, 2's കോംപ്ലിമെൻറ്റ്. അത് നമുക്ക് സെറ്റാക്കണം. അതാണ് മൂന്നാമത്തെ ടോപ്പിക്ക്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, പോയിന്റ് വരുന്ന നമ്പർ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. 5ാമത്തത് ഷുവർ കട്ടാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് 4 എലമെൻറ്റ്സ് ഉണ്ട്. ആസ്കി, ഈസ്കി, എബ്സിഡിക്, യൂണിക്കോഡ്, അത് സെറ്റാക്കണം. പിന്നെ ബൈനറി, അരിത്തമെറ്റിക്. കം ടു സെക്കൻഡ് പാർട്ടിലേക്ക് കയറുകയാണെങ്കിൽ ബൂലിയൻ ആൽജിബ്രയുടെ ലോകത്തേക്ക് കയറുമ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇവനില്ലാത്ത എലമെൻ്റ് ഉണ്ടാവില്ല. ആൻഡ്, ഓർ, നോട്ട് 3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അത് തിയറംസ്, ഡ്യുവാലിറ്റി ഉണ്ട്, ബേസിക് തിയറംസ്, ഡിമോർഗൻ, സർക്യൂട്ട് വരക്കാൻ ചോദിക്കും, യൂണിവേഴ്സൽ ഗേജ്. കം ടു ചാപ്റ്റർ 3 തിയറി പാർട്ടാണ്. തിയറി പാർട്ടിൽ കമ്പോണൻസ് അല്ലേ, ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് അല്ലേ. പ്രോബ്ലമായി ഏതാ? ഡാറ്റ പ്രോസസ്സിങ്, ഡാറ്റ ക്യാപ്ചർ ചെയ്യുക, ഇൻപുട്ട് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, സ്റ്റോറേജ്, അങ്ങനെ തുടങ്ങിയ ഫസ്റ്റ് ടോപ്പിക്. ഫങ്ഷണൽ യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഏതാ? ഒരു ഡയഗ്രം ഉണ്ട്, ഓർമ്മ ഉണ്ടോ? ഡയഗ്രം, ഇൻപുട്ട് യൂണിറ്റ്, CPU, മേലെ സ്റ്റോറേജ്, ഔട്ട്പുട്ട് യൂണിറ്റ്.
ദെൻ ഹാർഡ്വെയർ, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. റാം, റോം, ടൈപ്സ് ഓഫ് റോം, ഒരുപാട് എലമെൻറ്റ്സ്. ഈ വൈസ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല. സോഫ്റ്റ്വെയറിൻ്റെ ടൈപ്സ്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും, ദെൻ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിലേക്ക് കയറാണ്, അൽഗോരിതത്തിലേക്ക് കയറി. ഈ അൽഗോരിതം അപ്രോച്ചസ് അറിയുമ്പോൾ 2 ടൈപ്പ് അപ്രോച്ചസാണ് ഡിസ്കസ് ചെയ്യുന്നത്, ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. പക്ഷേ ഇതൊരു സംഭവമാണ്. ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ്, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോരിതം, ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡിബഗിങ്, എക്സിക്യൂഷൻ, ഡോക്യുമെൻറ്റേഷൻ, എല്ലാം പഠിക്കണം. 16 മാർക്ക് അല്ലേ, 11 മാർക്ക് വെയിറ്റേജ്. ചാപ്റ്റർ 5 വളരെ സിമ്പിൾ, 2 ടോപ്പിക്. ഒന്ന് ക്യാരക്ടർ സെറ്റാണ്. നമ്മൾ കീബോർഡിൽ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെ? ലെറ്റേഴ്സ്, ഡിജിറ്റ്, സിമ്പിൾ, വൈറ്റ് സ്പേസ്. ടോക്കൺ, ഒരു പ്രോഗ്രാമിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെ പറഞ്ഞ പേരാണ് ടോക്കൺ. ടോക്കണിൻ്റെ ഉള്ളിൽ 5 മക്കളാള്. പൊളിക്ക് എന്ന് പഠിച്ചു വെച്ചാൽ മതി അല്ലേ. പൊളിക്ക്, POLIK, പൊളിക്ക്. കീവേഡ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ. അതിൻ്റെ ഉള്ളിലുള്ള ഐഡൻറ്റിഫയറിൻ്റെ റൂൾസ് പഠിക്കണം, ഓപ്പറേറ്റേഴ്സ് പഠിക്കണം, ലിറ്ററൽസിൻ്റെ ടൈപ്സ് തുടങ്ങിയ ഒരുപാട് എലമെൻറ്റ്സ്. ദെൻ കം ടു ചാപ്റ്റർ നമ്പർ 6. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സിൽ ഡാറ്റ ടൈപ്സ് എന്താ, ക്ലാസിഫിക്കേഷൻ എന്താ, ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല. ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട്, ലോങ്, സൈനഡ്, അൺസൈനഡ്. വേരിയബിൾസ് വരാറുണ്ട്. അതിൽ വരുന്ന ഒരു ടേമാണ് എൽ വാല്യൂ, ആർ വാല്യൂ. സെറ്റാക്കാം നമുക്ക്. ഓപ്പറേറ്റേഴ്സ് ഷുവറാണ്, പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് വരിക. എക്സ്പ്രഷൻ പ്രോബ്ലം സെക്ഷനാണ്. ഇംപ്ലിസിറ്റ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് കൺവേർഷനും അടങ്ങിയ ടൈപ്പ് കൺവേർഷൻ. ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി എലമെൻറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. എക്സിക്യൂട്ടബിൾ യൂണിറ്റിൻ്റെ പ്രോഗ്രാം ഈസ് കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് സെറ്റാക്കണം. ദെൻ സ്ട്രക്ചർ ഓഫ് C++. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കം ടു ചാപ്റ്റർ നമ്പർ 7ലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഡിസിഷൻ ഓർ ബ്രാഞ്ചിങ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. 5-6 എലമെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഏതൊക്കെ 6 എലമെൻറ്റ്സ്? ഈഫ്, ഈഫ് എൽസ്, എൽസ് ഈഫ് ലാഡർ, നെസ്റ്റഡ് ഈഫ്, സ്വിച്ച്, കണ്ടീഷൻ ഓപ്പറേറ്റർ. ലൂപ്പിൻ്റെ ഉള്ളിൽ ലൂപ്പ് പറഞ്ഞാൽ വട്ടം ചുറ്റൽ. 3 ലൂപ്പാണുള്ളത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. കഴിഞ്ഞ് അതിൻ്റെ മിക്സിങ് ആയിട്ടുള്ള നെസ്റ്റഡ് ലൂപ്പും. ദെൻ ജമ്പ്, ചാടുക. 5 ടൈപ്പാണ്. ഏതൊക്കെ? ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ, എക്സിറ്റ്. സെറ്റാക്കണം നമുക്ക്, പൊളിച്ചടക്കണം. യെസ്. ആൻഡ് കം ടു ചാപ്റ്റർ നമ്പർ 8, അറേ. അറേൻ്റെ കേസിൽ ആദ്യത്തെ പാർട്ട് ബേസിക് ആയിട്ട് 1D 1 ഡയമെൻഷണൽ അറയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അറൗണ്ട് അല്ലേ, അറേ എന്താ, ഡെഫിനിഷൻ എന്താ, മെമ്മറി എന്താ, ഡിക്ലറേഷൻ എന്താ, അതേപോലെ ആക്സസ് ചെയ്യൽ എങ്ങനെ, അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്യും. ബേസിക് അറേ ഓപ്പറേഷൻസ് ഒരു സംഭവമാണ് മക്കളെ. അറേ ഓപ്പറേഷൻ്റെ ഉള്ളിലാണ് ട്രാവേഴ്സൽ. പിന്നെ സെർച്ചിങ്ങിൽ 2 ടൈപ്പ് സെർച്ചിങ്, ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും. സോർട്ടിങ്ങിൻ്റെ ഉള്ളിൽ ബബിൾ സോർട്ടും സെലക്ഷൻ സോർട്ടും പഠിക്കണം. പിന്നെ 2D അറേ അല്ലേ, 2 ഡയമെൻഷണൽ മെട്രിക്സിൻ്റെ സെക്ഷൻ. ആൻഡ് ഫൈനലി സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആൻഡ് IO ഫംഗ്ഷൻ. പേരിൻ്റെ ചാപ്റ്റർ ഉണ്ട് എന്നുള്ളൂ. 2 മാർക്കാണ് വെയിറ്റേജ്. അതിൽ ഒന്നാമത് പഠിക്കേണ്ടത് സ്ട്രിങ് തന്നെയാണ്. ഡബിൾ കോട്ട് ഇട്ട് എഴുതുന്ന എലമെൻറ്റിനെ പറയുന്ന പേരാണ് സ്ട്രിങ്. പക്ഷേ സ്ട്രിങ് എഴുതുമ്പോൾ, ആ പ്രോഗ്രാം എഴുതുമ്പോൾ സി ഔട്ട്, ഇപ്പം വന്ദേ മാതരം എന്ന് എഴുതുമ്പോൾ വന്ദേ എന്ന് മാത്രമേ വരുള്ളൂ. അതെന്തുകൊണ്ട്? അവിടെ സ്പേസ് ഇടുന്നതുകൊണ്ടുള്ള പ്രശ്നമുണ്ട് സീനിൻ്റെ കേസിൽ. അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പുതിയ പാരാമീറ്ററാണ് ഗെറ്റ്സ് എന്ന് പറയും. ഓർമ്മയുണ്ടോ? അപ്പോൾ ഗെറ്റ്സ് അടങ്ങിയ എലമെൻ്റാണ് കൺസോൾ IO ഫങ്ഷൻസ്. 4 എലമെൻ്റ് ഉണ്ട്. ഗെറ്റ് ക്യാർ, പുഡ് ക്യാർ, ഗെറ്റ്സ്, പുഡ്സ്. അതേപോലെ സ്ട്രീം IO ഫങ്ഷൻസിൻ്റെ ഉള്ളിലുണ്ട് 4 പേര്. ഗെറ്റ്, പുട്ട്, ഗെറ്റ് ലൈൻ, റൈറ്റ്. മക്കളെ കംപ്ലീറ്റ് നമുക്ക് സെറ്റാക്കണം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ് നമ്മുടെ ചാപ്റ്റർ, ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ വെയിറ്റേജ് അല്ലേ. ചാപ്റ്റർ വെയിറ്റേജ് ഒന്നുകൂടി ഓർത്തെടുക്കുക. ദാറ്റ്സ് ഓൾ. നമുക്ക് സെറ്റാക്കിയെടുക്കാം, എല്ലാം സെറ്റാക്കിയെടുക്കാം. എല്ലാ വർഷവും കേട്ടോ, 2023, 22, 29, 2019, 18, 17 അതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന് ബേസ് ചെയ്തിട്ടാണ്. ചിലവിടുന്ന് മിസ്സിങ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ആ സെക്ഷനിൽ അത്രയും ഉണ്ടായിരുന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. മക്കൾ പഠിക്കാം, നമുക്ക് സെറ്റാക്കാം. 17/12/2024 നമ്മൾ പൊളിച്ചടക്കും, മിന്നുന്ന റിസൾട്ട് നേടും. റെഡി അല്ലേ? നിങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ റെഡിയാണ്. യെസ്, കാണാം.